ചിരി അരങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കോമഡി മസാലയുടെ ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഓഡിയൻസിനെ സ്നേഹപൂർവ്വം ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് നമ്മുടെ കോമഡി മസാലയുടെ ഈ ഒരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് 2 ആർട്ടിസ്റ്റുകളോട് കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണം. അപ്പോൾ അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഉല്ലാസ് പന്തളം ആൻഡ് ബിനു അടിമാലി. യെസ്, അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം. ഉല്ലാസേട്ടാ, ഞാൻ ഒരു സത്യസന്ധമായ അഭിപ്രായം പറയട്ടെ. ഉല്ലാസേട്ട ടീഷർട്ടാണ് നല്ലത്. കുറച്ചും കൂടെ സ്മാർട്ട് ആൻഡ് യങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ശീലമാക്കി കൂടെ? ഞാനതങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു. പിന്നെ പെൺപിള്ളേർക്ക് പുകഴ്ത്തുമ്പോൾ ഇനി വേണമെങ്കിൽ ആവാം. ഇനി എങ്ങനെ ആവാം? മിനിച്ചേട്ടനെ ഇന്ന് ഞാൻ തൽക്കാലം വെറുതെ വിട്ടിരിക്കുന്നു, പുകഴ്ത്തുന്നില്ല. നാളെ ഞാൻ ടീഷർട്ട് ഓ ആയിക്കോട്ടെ, പറഞ്ഞാൽ മതി. ഈ മേലെ ആവർത്തിക്കരുത്. നാളെ മിനിച്ചേട്ടൻ ടീഷർട്ട് ഇട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ശരി, നമ്മൾ ഇന്നത്തെ കലാപരിപാടി തുടങ്ങുകയാണ്. നിങ്ങളുടെ പൂക്കടയിൽ നിങ്ങൾക്ക് പോയിരുന്ന് കച്ചവടം തുടങ്ങാവുന്നതാണ്. പൂക്കടയിലെ പോയിരുന്ന മുമ്പ് കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടില് ഞാൻ പ്രോഗ്രാമിന്റെ തിരക്ക് കഴിഞ്ഞ് ചെന്നപ്പോൾ ഒരു ചേട്ടൻ, ഞങ്ങളുടെ അടിമാലിയിലെ ഒരു പഴയ കലാകാരനാണ്. അവര് വന്നിട്ട് 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഒരു ജഡ്ജിങ് പാനലിൽ ഇരിക്കാനുള്ള ഒരു അവസരം നിനക്ക് കിട്ടിയല്ലോ, അതിലൊരു സന്തോഷം. 2, നിങ്ങളാ ചെയ്യുന്ന പ്രോഗ്രാം ഒരു വലിയ ഒരു പ്രോഗ്രാമാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ അന്നത്തെ കാലത്ത് ചാനലൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ആരും അറിയപ്പെടുന്നില്ലായിരുന്നു. അപ്പം ഇപ്പോൾ ഇതേപോലുള്ള സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ള കഴിവ് ഉള്ളിലുള്ള കലാകാരന്മാർ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വളരെ സഹായകമായി എന്നുകൂടി പറഞ്ഞു. അത് ഞാനിവിടെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള നല്ല കമൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്കെങ്കിലും അത് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമായി മാറുകയാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. ടീം കിങ് ജോക്കേഴ്സ് ആണ് നല്ലൊരു സ്കിറ്റുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. തളർന്നു കിടന്നാലും ആസ്വാദനത്തിനൊരു മരുന്നുമില്ല അല്ലേ? അതുകൊണ്ട് നിന്നോട് കുഴമ്പെടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞേ, പ്രയോഗിക്കാൻ പറഞ്ഞോ ഞാൻ? അതെ, ഞാൻ എന്നും ഇങ്ങനെ കുഴമ്പെടുത്തോണ്ട് നടന്നാ മതിയോ? എനിക്കൊന്ന് പഠിക്കണ്ടേ? എടീ, ഇത് മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിച്ച കേസാണ്, അതറിയാവോ? മൊത്തം നാരായണക്കല്ല് പിടിച്ചു കിടക്കുവാ. അയാളുടെ ചെറുവരലിന് ഒരു ചെറിയ ഉളുക്കം കൊണ്ട് വന്നതാണ്. ഇങ്ങേര് തിരുമ്മി തിരുമ്മി ഇപ്പൊ നടുവരം തളർത്തി. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് തിരുമ്മി എഴുതാപ്പിക്കാന്ന് വിചാരിച്ചപ്പോ നീ പണിതോണ്ടിരിക്കണ വീടിന്റെ പണി തീർന്നോ? അത് തീരണം. ഇവനെ ഇന്ന് കാശ് പിടുങ്ങണ്ട, ചുമ്മാ പറ്റുമോ? ഇവനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾ അങ്ങനെ ഓക്കെ ആകും. അല്ലേ, കാലേ മുഴുവൻ ആണിയാ. നീ നിന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവനെ തിരുമണ സമയത്ത് എൻ്റെ ഈ ആണിയുള്ള കാലൊന്ന് തിരുമിത്ത എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യേ, അതിന് കുഴമ്പിട്ട് തിരുമല്ല വേണ്ട, നല്ല ഒന്നാന്തര പ്രൈമർ അടിക്കണം. പ്രൈമർ എന്തിനാ അടിക്കണേ? മഴക്കാലം അല്ലേ വരുന്ന, കാലയിലെ ആണിയെല്ലാം അത് കൊള്ളാം. അത് പോട്ടെ, തുളസി അരിച്ചോ? എടുക്കാം. കുറുന്തോട്ടിയോ? എടുക്കാവന്ന്. തിപ്പല് വേണ്ട. ഇതിന്റെ തിപ്പല്ലെന്ന് പറയാ, 3 പല്ല് വന്നെ മുഖത്തടിച്ചപ്പോ ഞാൻ ചത്തുപോനെ. എടി, തിപ്പല്ലി അല്ല വേണ്ടത്. ആടലോടക എടുക്കുന്ന കാര്യം എന്നോട് പറയരുത്. ആ കാട്ടിനകത്ത് കയറിയിട്ട് ആടലോടക ഏതാന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. 6 വർഷമായി ഇവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങി, ഇതുവരായിട്ട് ആടലോടക എന്നാന്ന് അറിയത്തില്ല. അയ്യേ, ഇങ്ങനെയുണ്ടോ കുട്ടികള്? ആടലോടെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണം വിധം അറിയത്തില്ലേ? ശാസ്ത്രീയമായിട്ട് എന്തെല്ലാം പരിപാടികളുണ്ടോ? നമ്മളൊരു ആടിനെ ഞാൻ കഴിച്ചു വിടുക, ആട് ആദ്യം പോയി കടിച്ചോണ്ട് വന്ന സാധനം ആടലോടകം. അത് മനസ്സിലായോ? ഇപ്പൊ ഞാൻ എന്തൊക്കെയാ എടുത്തോണ്ട് വരേണ്ടത്? മുക്കുറ്റി, തിരുതാലി, കാടും മടലും ഇത് എടുത്തോണ്ട് വരണം. എന്നാന്ന് തിരുതാലി കാടും കടലും പറിച്ചു കെട്ടിത്ത തരാം. തരരുത്. തരട്ടെ? തരരുത്. തരാന്ന്. തരരുത്. തരാന്ന്. ആണ്ടെ ചേച്ചി തരാന്ന് പറയുന്നു. അത് വേറെയാ, ഇതല്ല. ചെവിട്ടത്തിന്റെ അടിയാ. നീ അകത്ത് പോയി അരയ്ക്കാൻ നോക്ക്. അല്ലേ, പോയോ? മുക്കുറ്റി, ചെവിക്കുറ്റി. ചെവിക്കുറ്റി ഞാൻ നോക്കി ഒരെണ്ണം തന്നോണ്ടല്ലോ. വായിരിക്കണ പച്ച തെറിവല്ലോ കേക്ക് നിങ്ങള്. പിന്നെ നിങ്ങൾക്ക് ഇന്ന് വർക്കോ പരിപാടി എന്തെങ്കിലും ഉണ്ടോ? എന്താ കാര്യം? എന്തുവാ? ഒന്ന് ഉളുക്കി തിരുമണം കേട്ടോ. അയ്യോ, എനിക്ക് പറ്റത്തില്ല. എനിക്ക് വേറെ പണി ഉണ്ടാകും ചിലപ്പോ, ഞാൻ ഉണ്ടാകത്തില്ല. എന്തോന്ന് പരിപാടി? അല്ല, എനിക്കൊരു കല്യാണം ഉണ്ട്, കൂട്ടുകാരൻ്റെ ഒരു കല്യാണം ഉണ്ട്, അതിന് പോണം.
കല്യാണത്തിന് പോകാതിരുന്നൂടെ? അതങ്ങനെ പോകാതിരിക്കും. അവൻ ഗൾഫിലുള്ളവനാന്നേ. അവൻ വന്നിട്ട് 4-5 ദിവസമുള്ള അവൻ പറഞ്ഞു അവന്റെ മകന്റെ കല്യാണമാണ്, വേഗം ചെല്ലണം. ഇഷ്ടം പോലെ ദാനം ഉണ്ടോ ആ അടിക്കും. അതുകൊണ്ട് ഞാൻ ഇല്ല. അയ്യോ, അപ്പൊ അമ്പിളിയുടെ അടുത്ത് ഞാൻ ഇനി എന്തോന്ന് പറയും? അമ്പിളിയും കുമ്പിളിയൊക്കെ പറഞ്ഞും പോയല്ലോ. ആരാ? അമ്പിളിയുടെ അടുത്തേ അമ്പിളിക്ക് ഒരു ഉളുക്ക്, ഒന്ന് തിരുമണം. ഞാൻ പറഞ്ഞു എന്റെ ചേട്ടൻ വൈദ്യനെ ഇങ്ങോട്ട് വരാൻ. ഞാൻ ഇനിയിപ്പോ എന്ത് പറയും? ഞാൻ പോകുള്ള കല്യാണത്തിന്. അല്ല, കൂട്ടുകാരൻ ഗൾഫിൽ കല്യാണമാണോ വലുത്? ഒരു വൈദ്യന്റെ കടമാണോ ചികിത്സിക്കുക? കുഴപ്പമില്ല, ചേട്ടൻ പോയിക്കോ. അല്ല വേണ്ട വേണ്ട, വൈദ്യശാല ഞാൻ പോകുന്നില്ലെന്നും. വിളി വിളിക്കട്ടെ. വിളി. അല്ല പിന്നെ അമ്പിളി കേറി പോന്നേരെ. സാറേ അതെ, തൊട എല്ലാം ഒന്ന് തിരുമാനുള്ള ഒരു പെൺകുട്ടി ഇങ്ങ് വരും. തൊടയല്ലേ? അതിന്റെ മൂടിൽ നിൽക്കുക. ഒന്നിങ്ങ് മാറിക്കും, പിന്നെ തിരുമാ. അമ്പിളി അല്ല അമ്പിളി. എന്റെ ചേട്ടാ, ഇതാ അമ്പിളി, SI അമ്പിളിക്കുട്ടൻ, എന്റെ ക്ലാസ്മേറ്റ്. എന്റെയാണ് തൊടയലിന്റെ പ്രശ്നം. മനസ്സിലിപ്പോ തൊടയലില് തിരുമാൻ തോന്നുന്നുണ്ടോ? എങ്ങനെ തൊടയലില് തിരുമാൻ തോന്നുന്നുണ്ടോ മനസ്സിൽ? എനിക്കിപ്പോ എന്നെ മനസ്സിൽ തൊടല്ലേ എന്നാ എനിക്ക് അതെന്താ അങ്ങനെ പറയുന്നത്? മൊത്തം വേദനയാ, കംപ്ലീറ്റ് വേദനയാ. കംപ്ലീറ്റ് വേദനയാണോ? ഒരു സ്ഥലത്തും ഇല്ല, എല്ലാ സ്ഥലത്തും വേദനയാ. എവിടെ തൊട്ടാലും വേദനയാണോ? എവിടെ തൊട്ടാലും വേദനയാ. ആണോ? ഇവിടെ തൊട്ടാൽ വേദനയുണ്ടോ? അവിടെ വേദനയില്ല. ഇവിടെ വേദനയുണ്ടോ? അവിടെ വേദനയില്ല. തൊട്ടെ. ഇവിടെ എല്ലാം വേദനയാ. എന്നെ ഒന്ന് തൊട്ടെ. അയ്യോ, എന്റെ ഇവിടെ വേദന എടുത്തു. കാണിച്ച് വെള്ള കുഴിനകം കുത്തിയ വിരൽ കൊണ്ടുവന്ന് ഓരോ സ്ഥലത്ത് കുത്തി കുത്തിയിട്ട് വേദനയാണ്. ആദ്യം ഇതൊന്ന് ചികിത്സിക്കും. ഇതാണോ പ്രശ്നം? പിന്നെ അല്ലാതെ പ്രശ്നം. അയ്യോ, ഇതാണോ ഭർത്താവ്? എന്റെ പൊന്നെ, നമ്മൾ കൂടെ പഠിച്ച സമയത്ത് വേണ്ടേ അന്ന് ഇവിടെ കിടന്നു ഈ പൊട്ടൻ ചുക്കാതിന്റെ കൂടെ ഒക്കെ പോയ വല്ല പ്രയോജനം. നീ എന്നോട് അന്ന് തന്നില്ലേ എനിക്കൊരു ഇതൊക്കെ തന്നില്ലേ, മയിൽപ്പീലി തന്നില്ലേ പുസ്തകത്തിന്റെ ഇടയിൽ വെക്കാൻ? പുസ്തകത്തിന്റെ ഇടയിൽ വെക്കും, മാനം കാണിക്കരുത് പെറുവെന്ന് പറഞ്ഞില്ലേ? ഞാനത് ഇന്നലെയും കൂടെ തുറന്നു നോക്കി, അത് പറ്റിട്ടില്ല, സത്യമായിട്ട് പറ്റിട്ടില്ല. നീ വെറും ചറവറ വെറും, അത് അവളെ തന്നെ ഇല്ല, ഒന്നുമില്ല, ഞങ്ങള് പഠിച്ചതാണല്ലോ ഒരുമിച്ച്, ആ കാര്യമൊക്കെ പറയരുത്. അതെ 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 അതെ. അപ്പോഴേ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഇവിടെ സുഖചികിത്സയുണ്ടോ? ഉണ്ടല്ലോ. ആണോ? ഞാന് ഒരുപാടെടുത്ത് തിരക്കി ഈ സംഭവം. എന്നെ ഒന്ന് സൂപ്പിക്കണം. അയ്യേ, അങ്ങനത്തെ സുഖചികിത്സയല്ല, വേറെ സുഖചികിത്സയേ ഉള്ളൂ. ഉണ്ടോ? അയ്യോ, കാക്കിയൊക്കെ ഇട്ടോണ്ട് വന്നിട്ട്. ഉണ്ടോ? ശരിക്കും പോലീസുകാരനാണോ? അതെ. ആണോ? കിടക്കവിടെ. അമ്പിളി, ഞാൻ കടവരെ പോയിട്ട് വരാം. പോയിട്ട് അടുത്ത ജന്മത്തിൽ നമുക്ക് പിന്നെന്താ പൊട്ടച്ചുക്കാതി കുഴപ്പമിന്റെ പണമില്ലാതെ ശരിയാക്കി തരാം. കിടക്കട്ടെ. ആ, ഞാൻ കിടക്കാം. നന്നായിട്ട് കേട്ടോ, ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത തൊപ്പി ഒരു വയ്ക്കേ. തൊപ്പി കേട്ടോ. ഇത് അരയെ കെട്ടിക്കൊണ്ട് നന്നായി. എന്താ അരയാന്ന് മനസ്സിലാകാൻ പറ്റി. അയ്യോ, നിന്റെ കഴുത്തിൽ അങ്ങനെ കെട്ടിയെങ്കിൽ ഇവിടെ വെച്ച് പാൻറ് ഇടുന്ന ഗതികേട് വന്നു. അതെ. അയ്യോ, ഇതെന്നാന്നറിയാമോ? ഇല്ല. ഇത് അമ്മയുണ്ടല്ലോ, ഗുണ്ടകളുമായിട്ടുള്ള മൽപ്പിടുത്തം നടക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അമ്മ കെട്ടി തന്നായത്. ആണോ? ഞാൻ മറ്റേ വിഷുവിന് പടക്കം മേടിച്ചു വെച്ചേക്കണായി. ഓരോരുത്തരും ഓരോ പണിയായിട്ട് വന്നേക്കണം. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ രക്ഷപ്പെട്ടത്? ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. അപ്പനപ്പൂപ്പന്മാരായിട്ട് ഒരു സംഭവം ഇല്ലായിരുന്നു. എനിക്കൊരു താളിയോല കിട്ടി വീട്ടിന്റെ ഡ്രങ്ക് വെട്ടിക്കായിരുന്നു. ഓഹോ, ഡ്രങ്ക് വെട്ടിക്കാത്ത. അപ്പൊ നിങ്ങൾ അത് മൊത്തം ഇരുന്ന് പഠിച്ചു? പഠിച്ചില്ല. ഇല്ലേ? എന്റെ വീട് മുഴുവൻ പോയി കിടക്കുമല്ലോ, ആ ഓല വെച്ചു ഞാൻ അങ്ങ് മേഞ്ഞു. താളിയോല ഓല വെച്ചങ്ങ് മേഞ്ഞു. എന്നിട്ട് അവിടെ ഒരു വൈദ്യശാല എന്നങ്ങ് എഴുതി വെച്ചു. ആളും ചോറ പറ ആൾക്കാരാ. അങ്ങനെ ഓല വെച്ച് രക്ഷപ്പെട്ടു. അത് ശരി. അപ്പൊ ഈ അറിയാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവിടെ കിടന്നുകൊണ്ട് നോക്കിയാൽ മതി, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഇതെല്ലാം ചെയ്തു. അതെ. അങ്ങനെ രക്ഷപ്പെട്ടു. കോടീശ്വരനായി. ഇപ്പൊ 2 ബംഗ്ലാവുണ്ട്, 2 കാറുണ്ട്, 2 പിള്ളേരുണ്ട്, 2 ഭാര്യയുണ്ട്. 2 ഭാര്യ. ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടെ മരുന്നടിക്കാനായിട്ട് നിപ്പുണ്ട്. അങ്ങനെ അത്രേ ഉള്ളൂ. കാര്യമൊന്നും ഉള്ളു. അത് വേറെ നമ്മുടെ സുഹൃത്താണ്. അമ്പിളി 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 എസ് ഐ അമ്പിളി അമ്പിളി കുട്ടൻ അമ്പിളി എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രി വരെ നിന്ന് അമ്പിളി എന്ന് പറയുള്ളൂ. അത് തുമ്മലാത്. തുമ്മലാണോ? എന്റെ പൊന്ന് വൈദ്യരെ 10-25 വർഷമായി ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട്. ഈ ഒറ്റമൂലി കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ മടുത്ത്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി തന്നെ. ഈ ഒറ്റമൂലി പ്രകാശ് കറക്റ്റാ. ഇത് എവിടെ വീട്? കൊച്ചി. കൊച്ചി അതൊക്കെ അറിയാം. കറക്റ്റാ. ഒറ്റമൂലി തരുമോ എനിക്ക്? അതെ, കിടുക്കൻ ഒരു മരുന്നുണ്ടായി വന്നിട്ടുണ്ട്. ഒറ്റമൂലിയ 10,000 രൂപയാവും. 10,000 രൂപ തരാം. തന്നെ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റുന്നാ മതി. പ്രകാശ്. ആ അപ്പൊ വൈകുന്നേരം വന്നേരെ കേട്ടോ. പോവുക. പ്രകാശ്. പ്രകാശ്. ആ ഉണ്ട്. സിറ്റി. സിറ്റി. ആ സിറ്റി. സിറ്റി സിറ്റി. ആ എവിടെ പോവാ? എവിടെ പോയതാ? മിക്സി മേടിക്കാൻ. ഭയങ്കര വേദന. ഇത് എങ്ങനെ ചേട്ടി ഇത് അങ്ങോട്ട് ഇത് കിട്ടുന്നില്ല, ഇത് മാറുന്നില്ല. അതെന്നാന്നറിയാവോ? നമ്മുടെ കസേരക്കള്. കസേരകളിയോ? അത് ഓണത്തിന്റെ ക്ലബ്ബിൽ നടത്തുന്നതല്ലേ? കസേരകളിയോ? കസേരകളി എന്ന് പറഞ്ഞു. കസേരക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മർമ്മത്തിരിക്കുന്ന സാധനങ്ങളാണ്, ജോയിന്റുകൾ. ഈ ജോയിന്റ് അകത്ത് വെള്ളം നിറയുമ്പോഴാണ് നമ്മുടെ കാലെടുക്കാൻ പറ്റാത്തത്. ഓക്കെ ഓക്കെ. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 20 പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ അങ്ങ് അടിച്ചാൽ മതി. അത് ശരി. 20 പ്രാവശ്യം. 1. ആ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയും. എന്നാണവേ 20 തവണ ചെയ്യട്ടെ ഇതുപോലെ? 20 തവണ ചെയ്യട്ടെ? വേണ്ട, നിർത്തിയാല്. നീ എന്തിനാ ഇപ്പൊ വിളിച്ചേ? എനിക്ക് ഈ നൂറ്റാണ്ടിലാണ് അവിടെ നിന്ന് പോകാൻ പറ്റുമോ? 2050 പോകാം കേട്ടോ. എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ഭയം ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ആണോ? ഭയം. എനിക്കില്ല. ഭയമില്ല. എനിക്ക് ഭയങ്കര ഭയം. എനിക്ക് ഇരട്ടച്ചങ്കുണ്ട്, അതുകൊണ്ട് ഭയമില്ല. ഇരട്ടച്ചങ്കണ്ടോ? അത് ശരി. കേരളത്തിൽ ഇരട്ടച്ചങ്കുള്ള 3 പേർക്കേ ഉള്ളൂ. 3 പേര്? അതൊക്കെ ആരൊക്കെ? കേരള മുഖ്യമന്ത്രി ഒന്ന്, 1. പിന്നെ ലേലത്തിലെ ചാക്കോച്ചി 1. പിന്നെ ഞാൻ. 3 പേരേ ഉള്ളൂ. അപ്പൊ 4 പേർക്ക്. എനിക്ക് ഇരട്ടച്ചങ്കുണ്ട്. ഇവിടെ കണക്ക് തെറ്റുവാണല്ലോ. 4 പേരായി. 4 പേരായി. 4 നിനക്കുണ്ടോ? എനിക്ക് ഇരട്ടച്ചങ്കാണ്. അയ്യോ, അപ്പൊ 4 പേരുണ്ട് ഇരട്ടച്ചങ്ക. 4 പേരുണ്ട്. ആണ്ടെ ധാര വരുന്നതിനകത്ത് നേരിട്ടൊക്കെ എടുത്ത് കഴിക്കുന്നു. അത് മീൻകറിയാ. മീൻകറിയോ? അപ്പൊ ധാരയല്ലേ അത്? ധാരയോ? മീൻകറിയാന്ന് അവിടെ വെച്ചാൽ പൂച്ച എടുത്തോണ്ട് പോകും. ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുകയല്ലേ. അല്ലെങ്കിൽ വന്നേ. അല്ല, ഇന്നലെ മീൻ മേടിച്ചിട്ടില്ല, പിന്നെ എവിടെ നിന്ന് മീൻകറി? അയ്യോ, ആ കുപ്പിക്കകത്ത് 3-4 മീൻ ഇരുന്നില്ലേ, അതെടുത്ത് ഞാൻ കറി വെച്ചു. ദൈവമേ, അന്യായ വില മുടക്കി ആന്ധ്രന്ന് ആസ്മയ്ക്ക് വിഴുങ്ങാൻ കൊണ്ടുവന്ന മീൻ എടുത്തോളൂ. അത് കഴുകിയെടുത്താ പോരെ? കഴുകിയെടുത്താ വഴി ഇറങ്ങി പോ. ചേട്ടാ ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്കേ ഒരുത്ത എന്റെ അടുത്തോട്ട് ഓടി വന്ന് എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുവാണ് വരുന്നോന്ന്. ഞാൻ പോടാ, നിന്റെ അമ്മമ്മ വിളിച്ചോണ്ട് പോടാ. അത് കളിക്കും. എന്നിട്ട് അവൻ എന്റെ അടുത്ത് ചോദിക്കല്ലേ ചേട്ടാ സിനിമ കാണാൻ വരണോന്ന്. അപ്പൊ നീ പറഞ്ഞു? ഞാൻ പറഞ്ഞു നിന്റെ വീട്ടിൽ സഹോദരിമാരുണ്ടാടാ, അവരെ വിളിച്ചോണ്ട് പോടാ. അത് ഒരുപാട്. എന്നിട്ട് അവന്റെ അടുത്ത് ചോദിക്കല്ലേ പിന്നെ നീ പോടി എന്ന് പറഞ്ഞ വണ്ടി എടുത്തോണ്ട് പോയേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് വേടാ. നിനക്കറിയാടാ ഞാൻ എവിടുത്തെ തറവാട്ടിലുള്ളതാണെന്ന്? എന്റെ ചേട്ടൻ നിനക്കറിയാടാ? എന്റെ ചേട്ടനെ ഇരട്ട ചങ്കുള്ളവനാണ്. വാടാ വാടാ. അപ്പൊ ഇപ്പൊ വരും ചേട്ടാ. വരും. ഈ റൗഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ നടക്കണത്തിനാണോ? അയ്യ അതല്ല. അല്ല, അതെല്ലാം മെലിഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞു പോകും, വീഴും, തുമ്മുമ്പോ വീണ് പോകണം. അതുമല്ല ചേട്ടാ. അതല്ല പിന്നെ ഏതാ? ക്ഷയരോഗം വന്ന് അവനാണോ? അയ്യോ അതുമല്ല. പിന്നെ ഏതാ? കുത്തുകേസിൽ പ്രതിയായ ഗുണ്ട പിച്ചാത്തി വാസു, അവൻ തന്നെ. ഇപ്പൊ വരും ചേട്ടാ. കൊടുക്കണം ചേട്ടാ, അവന് കൊടുക്കണം. അങ്കമാലി ഹൈവേ വഴി പോയ സാധന പിടിച്ചോണ്ട് MC റോഡിലേക്ക് കൊണ്ടുവന്നിട്ട്. അതെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരു പോലീസുകാരനാണ് അവിടെ നിൽക്കുന്നത്, ഞാനാ അവിടെ നിൽക്കുന്നത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. പോലീസിനകത്ത് 3-ാം മുറ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അറിയോ? കേട്ടോ? 3-ാം മുറ കേട്ടോ? ഉണ്ട്. എങ്ങനത്തെ ആ ഒരു സംഭവം ഉണ്ട്. എന്തുകൊണ്ട്? എന്താ പച്ചീർക്കല കേട്ടോ? പച്ചീർക്കല നല്ല ഞാൻ പറയാം സംഭവം ഉണ്ട്. അത് ഞാൻ കേട്ടിട്ടുള്ളൂ. പോലീസുകാർ പറഞ്ഞു തരുന്നില്ലേ സംഭവം?
നല്ല കനമുള്ള വണ്ണമുള്ള പച്ചീർക്കലുണ്ടല്ലോ. വണ്ണമുള്ള പച്ചീർക്കലുണ്ട്. ഈ വണ്ണമുള്ള പച്ചീർക്കല് നമ്മളങ്ങ് ചീകും. ഇതങ്ങ് മിനുക്കും ഈ സാധനം. ചീകി മിനുക്കി നല്ല കൂർമനയൊക്കെ വെച്ചിട്ട് മൊനയൊക്കെ അങ്ങ് വെക്കും. മൊനയൊക്കെ നീ കേൾക്കാൻ കൊള്ളത്തില്ല. പറഞ്ഞു. ഇത് മൊനയൊക്കെ വെച്ചിട്ട് വെള്ളം ഈ എണ്ണ അങ്ങ് തിളപ്പിക്കും. എണ്ണ തിളച്ച എണ്ണയ്ക്കകത്തോടെ ഈ സാരം കിടും. ഈ വളം എന്നല്ലേ കിട്ടത്തുള്ളൂ. ഇതങ്ങ് വളക്കി വന്നിട്ട് നല്ല വളമായി കഴിയുമ്പോൾ ഇത് രണ്ടായിട്ട് പൊളന്നിട്ട് നാക്ക് പഠിക്കും. നാക്ക് പഠിച്ചിട്ട് അക്ഷരസ്ഫുടമായിട്ട് ഒരു വാക്കുപോലും തെറ്റാതെ ഇവന്റെ ചെവിയിലോട്ട് തെറി വിളിക്കും. പച്ച തെറി വിളിക്കും. അതാണ് പച്ചീർക്കൽ വെച്ചുള്ള 3-ാം മുറ. ആണോ? ആ എടി അതല്ല ഏതാ അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച നെഗറ്റീവ് ചിന്താഗതി ആട്ടോ ആണോ നിങ്ങള്. എന്നാൽ പിന്നെ ഇവിടെ വന്ന് ഗുണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ആണോ? ആ വൈദ്യരാതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞേ ഞാനാ വൈദ്യർ. അതുപോലെ എന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടേ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുള്ളൂ. ഓക്കെ. എനിക്കു നേരെ എടുത്തു ചൂണ്ടിയ കറുത്ത വിരലുകളെ കറുത്തു മാറ്റാൻ പോന്നൊരു മൂർച്ചയിലിരിക്കയാണ് ഞാൻ. വളർത്തിയുള്ളിൽ പണ്ടേ ഞാൻ ഇരുണ്ട തക്ഷകരെ ഉടഞ്ഞു വീഴാനൊരുങ്ങ് മരണം അടുത്തിരിപ്പുണ്ട്. ആരാ വൈദ്യൻ? ഇതാ വൈദ്യൻ. എന്നെ പിടിക്കും. ഞാനാരെന്നറിയോ? ഇല്ല. എന്റെ പേര് കേട്ടാൽ ഞെട്ടും. ഞെട്ടില്ല. വട്ടയില, പപ്പടം, കാളകിടക്കും കയറോടും, മത്തങ്ങ, അതും അടിപൊളി. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. കിണറല്ല കക്കൂസ്. അയ്യോ, കക്കൂസല്ല. ഞാൻ കറക്റ്റ് പറഞ്ഞല്ലോ പ്രാന്ത. എടാ, എന്നെ കളിയാക്കുന്നോ? എല്ലാത്തിനും ഞാൻ വെട്ടിക്കൊല്ലും. അറിയാവോ എന്റെ സ്വഭാവം എന്നറിയാവോ? ഇല്ല. ഞാൻ ചന്തയില് ഒരു കത്തി കുത്തി ഊരാതെ 8 എണ്ണത്തിനെ കുത്തി കൊന്നവനാണ് ഞാൻ. വാസു, മനസ്സിലായോ? ഇരട്ട ചങ്കലാണ് ഞാൻ. ചങ്കാണോ? ആ, അപ്പൊ നമ്മൾ 5 പേരുണ്ട്. ആ, ഒന്ന് മുഖ്യമന്ത്രി, പിന്നെ ചാക്കോച്ചി, പിന്നെ ഞാന്, പിന്നെ സാറ്, ഇപ്പൊ ചേട്ടായി. എടാ, എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കരുത്. എന്താണ്? എല്ലാത്തിനും തട്ടെ ഇത് മുഴുവൻ ഞാൻ നിനക്ക് ഞാൻ ആരാന്ന് അറിയില്ല. നിനക്ക് അറിയാമോ? മയിലവരെ കൊന്നുവച്ചേക്കാണോ നീയൊക്കെ? നിനക്കറിയാമോ ഞാൻ കത്തി ഊരിക്കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ കാണുന്നവനെ ഞാൻ കുത്തിയിട്ട് ഇറങ്ങോ. അയ്യോ, ആരാത്? എന്റെ വീട് നന്നാക്കാനായിട്ട് കൊണ്ടുവന്ന സാധനമായിരുന്നു. എന്റെ പൈസ കൊണ്ടാകും പോയി. നടന്ന ആളല്ലേ? അയ്യോ, എടാ, അതും ഇതും പറയണ്ട. നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ കത്തി ഊരിക്കഴിഞ്ഞാൽ ചോര കണ്ടേ ഞാൻ അടങ്ങൂ. മനസ്സിലായോ? അപ്പൊ എന്നെ തല്ലാൻ ആളെ കൊണ്ടു നിൽക്കണം. വാസു, 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 ചന്തയിലിട്ട് ഒരു 8 പേരെ കൊന്ന വാസു. വാസു, 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 എടാ വാസു, നിനക്ക് പേടി? മിണ്ടരുത്, വാടാ. ഇനി പുറത്തേക്ക് വരരുത്. ഇനി പുറത്തേക്ക് വന്നാൽ നിന്ന് ഞാൻ കൊല്ലും. പോട്ടെ, മിണ്ടരുത്. ഒറ്റ പുറത്തേക്ക് വിടരുത്. പോട്ടെ, വിട്ടുപോ. ഓടാ, വിടരുത്. ഇങ്ങനൊരാൾ വന്നേക്കുമ്പോ അവന്റെ ആളെ വിളിച്ച് തല്ലിക്കാൻ വിളിച്ചാണല്ലേ? പേടിപ്പിച്ചതല്ലത്. പേടിപ്പിച്ചല്ല. പിന്നെ നിങ്ങൾ നിർത്താൻ പറഞ്ഞല്ലേ തുമ്മത്? അത് 750 തുമ്മലുണ്ടായിരുന്നു. ആ നിർത്തി വെച്ചാ വിട്ടിട്ട് പോയത് അവരിപ്പോ. ബാക്കിയുള്ള തുമ്മല് വന്നതാണോ? അപ്പൊ പേടിയുണ്ടല്ലേ? മനുഷ്യനെ പേടിയുണ്ട്. പേടിയൊന്നുമില്ല. പേടിയില്ലാതില്ല. എന്റെ പേടിയില്ല. ഞാനാരാന്ന് മനസ്സിലായോ? നീ ആരാ?
ഞാനാണ് ആ. ഈ സ്റ്റേഷനിലെ ഒരച്ഛനോട് ഒരു മനുഷ്യൻ വേണ്ട. ഇനി ഞാൻ ഒന്നും നോക്കല്ല. ഞാൻ കത്തി എടുത്തു കഴിഞ്ഞാൽ ചോര കണ്ടേ അടങ്ങൂ. പേടിയില്ലേ? പേടിയില്ല. പേടിയില്ലേ? എന്തിനു പേടിക്കണം? പേടിയില്ലല്ലേ? പേടിയില്ല. ഞാൻ കാണിച്ചു തരാളെ. ഞാൻ കറക്റ്റാ. കത്തി എടുത്ത ചോര കാണുന്നുള്ള കാര്യം ഉറപ്പായി. ഉറപ്പായി. എന്ത് വെച്ചതാ? മോനെ അകത്തേക്ക് ഇരുന്നേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു കത്തി എടുത്തു കഴിഞ്ഞാൽ ചോര കാണാതെ സാരയില്ല, ഇവിടെ ഇരിക്കുക. ഏതായാലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഒരു മരുന്നുണ്ട്, ഞാൻ വെച്ച് കെട്ടി തരാം. മതി. കേട്ടോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. നീയിപ്പോ ഇവിടെ നിക്ക. ഇല്ല പേടിക്കണ്ട, പുള്ളി ഇപ്പൊ ഗുണ്ടായിസം നിർത്തി. വാ, ഗുണ്ടായിസം നിർത്തിന്ന് ഇല്ലെന്ന്. തുമ്മൽ മാറുന്നില്ല. ഇതെന്താ 25 വർഷമായിട്ട് ഇവിടെ ചികിത്സ ചെയ്യുന്ന നിങ്ങളെ വരട്ടാൻ വന്നല്ല. തുമ്മലിന്റെ പ്രശ്നമാണ്. 25 വർഷമായിട്ട് ഇവിടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. മരുന്ന് കിട്ടും. കിട്ടില്ലല്ലോ. മരുന്ന് കൊടുക്കും. അപ്പൊ ഇയാളെ വെച്ചായിരിക്കും ഈ പുള്ളി. ഈ പുള്ളി ഇയാളെ വെച്ചാ കോടീശ്വരനായേക്കുന്നത്. നിക്ക് 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 നിക്ക്. ഒന്ന് തുമ്മിക്കേ. നിക്കട്ടെ നിക്കട്ടെ, അങ്ങനെ നിക്കട്ടെ. അങ്ങനെ ഇനി തുമ്മരുത്, തുമ്മരുത്. കത്തിയെടുക്കും ഞാൻ. തുമ്മരുത്. വിടല്ലേ വിടല്ലേ. തുമ്മിക്കേ. തുമ്മല് മാറി. തുമ്മല് മാറി. തുമ്മല് മാറി. തുമ്മല് മാറി. തുമ്മല്. വൈദ്യരേ, തുമ്മല് മാറി. ഇന്ന് എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായേക്കുവാ. ഇല്ല, എന്നാ? ഇത്ര നാളെ ഒറ്റമൂലി കൊടുത്തിട്ട് ഇവന്റെ തുമ്മല് മാറിയില്ലല്ലോ. ഇല്ല. ഇത് ഒറ്റമൂലിയുടെ വിഷയമല്ലായിരുന്നു, പിന്നെ ഒരു ഒറ്റ രോമത്തിന്റെ വിഷയമായിരുന്നു. ആ, ഈ രോമം വൈപ്പിൾ കാണിക്കാൻ പോലെ മൂക്കിലിരുന്ന് ആടുമ്പോഴേ അവന് തുമ്മാൻ പറഞ്ഞായിരുന്നേ. ആ സാധനം ഞാൻ കട്ട് ചെയ്ത് വെള്ളയെ കളഞ്ഞു. അവന്റെ തുമ്മല് മാറി. എടാ മഹാഭാവി, ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഉണ്ടാക്കിയതേ ഇവന്റെ ഒറ്റ രോമം കൊണ്ടാ. അത് മാത്രമല്ല, നിനക്കറിയാവോ, 50 ഏക്കർ റബ്ബർ തോട്ടം, ഒരു പുതിയൊരു വീട്, ഇതിനൊക്കെ അഡ്വാൻസ് കൊടുത്ത് ഇവന്റെ മൂക്കിലെ രോമം കണ്ടോണ്ടാ. നീ അത് നശിപ്പിച്ച് കളഞ്ഞോ. അങ്ങനെ ഒരു അടിപൊളി വൈദ്യശാലയൊക്കെ കണ്ട് അവിടുത്തെ ചില കലാപരിപാടികളൊക്കെ കണ്ട് തകർത്തു അല്ലേ? പൊളിച്ച് അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു രസകൻ സ്കിറ്റ്. എല്ലാവരും അവരവരുടെ റോള് അടിപൊളിയാക്കി. എന്ത് പറയണു ഉല്ലാസേട്ടാ? ഗംഭീരമായിരുന്നു, ഗംഭീര സ്കിറ്റായിരുന്നു. തുടക്കത്തിൽ നമ്മുടെ നിതയാണ് നമ്മുടെ ഏഴിമല പൂച്ചോല എന്ന് പറയുന്ന സ്ഫടികത്തിലെ പാട്ട്. ആ സീനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ്. പക്ഷെ അങ്ങനെ തളർന്നു കിടക്കാന്ന് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ 1-2 സ്കിറ്റ് കൗണ്ടറുകൾ രജിസ്റ്റർ അത് പോയിട്ടുണ്ട്. അത് സ്ലിപ്പായിപ്പോയി. അതിങ്ങനെ വന്ന് ആദ്യം കുറച്ച് ഭാഗത്ത് ഇച്ചിരി ഡൗൺ ആയെങ്കിലും സുമേഷിന്റെ വരവോട് കൂടി പിന്നെയും കൊഴുത്തുരംഗം. അടിപൊളി ചിരിച്ച് പ്രകാശാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് അതിമനോഹരമായിട്ട് രതീഷ് വൈദ്യത്തിനെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് സൂപ്പറായിരുന്നു. ആദ്യമായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ആർട്ട് ഫസ്റ്റ് ഒരു കൈയടി. സെറ്റ് അടിപൊളിയായിരുന്നു അല്ലേ? കാരണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതൊരു ഭയങ്കരമായിട്ട് ആയുർവേദ വൈദ്യശാലയാണ്. ആ സെറ്റ് പോലെ തന്നെ ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് ഭയങ്കര സംഭവം. ഈ അനീഷ് ബാൽ അളിയൻ്റെ അനീഷ് ബാലിൻ്റെ കൂട്ടുള്ള എത്ര SIമാരെ കണ്ടിട്ടുണ്ട് അല്ലേ? അമ്പിളിക്കുട്ടന്മാരെയാണോ? അല്ല, ഓരോ സ്റ്റേഷനിലാണെങ്കിലും ഓരോ നമ്മളെ എവിടെയെങ്കിലും മറ്റേ ഉത്സവപ്പറമ്പിലാണെങ്കിലും ഇതേപോലത്തെ കുറേ SIമാരും പോലീസുകാരുണ്ടാവും അല്ലേ? പിന്നെ വൈദ്യന്മാർ ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും. അവർക്കൊരു പ്രത്യേക രൂപമാണ് ആ വൈദ്യന്മാർക്ക്. അതുപോലെ തന്നെ അതുപോലെ ഗുണ്ടയാണെങ്കിൽ മുഖത്ത് വെട്ടില്ലാത്ത ഒരു ഗുണ്ട ഇത് കേരളത്തിൽ എടുക്കാനില്ല. സുമേഷൊക്കെ വന്നിട്ട് തകർത്ത് പൊളിച്ചു. പിന്നെ പ്രകാശ് തകർത്തു. പ്രകാശിൻ്റെ ആ
പ്രകാശ് ആ ക്യാരക്ടറിന് പറ്റിയ സൈസാ. ആസ്മ രോഗികൾക്ക് തുമ്മൽ രോഗികളൊക്കെ ഇങ്ങനെ വണ്ണം കുറഞ്ഞായിരിക്കുള്ളൂ അല്ലേ? അല്ല, തുമ്മൽ വരുമ്പോ മുഖഭാവം ഗംഭീരായിപ്പോയി. പിന്നെ 2 ഭാര്യമാര്, ഒന്ന് ഇടിക്കാനും ഒന്ന് ഇടി കൊള്ളാനുമുള്ള ഭാര്യ. മരുന്ന് പറിച്ചുകൊണ്ട് വരാനൊരു ഭാര്യ, അത് കണ്ടിട്ട് ഇടിക്കാൻ വേറൊരു ഭാര്യ. അതങ്ങനെയുള്ളതല്ലേ? അപ്പം ഓവറോൾ സൂപ്പർ ഒരു സ്കിറ്റായിരുന്നു. നന്നായി, വെരി ഗുഡ്. വെരി ഗുഡ് ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം, ഇവർക്ക് ഇന്നത്തെ പെർഫോമൻസിന് നമ്മൾ എത്ര സ്റ്റാർസ് കൊടുക്കും? യെസ്, നമ്മുടെ ഓഡിയൻസ് ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് 4 സ്റ്റാർസ് ആണ് തരേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസിൽ നിങ്ങൾക്ക് 4 സ്റ്റാർസ് കിട്ടും. ഇവരുടെ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെയും സ്വാഗതം ചെയ്യാണ്. ബിനു ചേട്ടൻ ആൻഡ് ഉല്ലാസ് ചേട്ടൻ. അടുത്തതായിട്ട് വേദിയിലേക്ക് എത്താൻ പോകുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. പലപ്പോഴും സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇവിടെ വേദിയിൽ എത്തുന്നത് കൂടുതലും പുതുമുഖങ്ങളാണ്. ഇത് പക്ഷെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു മുഖമാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ശ്രീ രാജേഷ് പാണാവള്ളി. പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഇച്ചിരി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. വളരെ സുപരിചിതമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടി പറഞ്ഞല്ലോ, ഉള്ള കാര്യം പറഞ്ഞാലേ. ആണോ? പിന്നെ ആണോന്ന് അല്ലേ? അതൊന്നും പോരാഞ്ഞിട്ട്, മിനി സ്ക്രീനിലെ തിരക്ക് പോരാഞ്ഞിട്ട്, സ്റ്റേജും പോരാഞ്ഞിട്ട് ഓടി നടന്ന സിനിമയിലൊക്കെ അഭിനയിക്കുകയാണെന്നൊക്കെ അറിഞ്ഞു. സിനിമ ലാലേട്ടന്റെ കൂടെ മുന്തിരിവള്ളികളിൽ അഭിനയിച്ചു. നമുക്കവിടെ പുതിയ നിയമം, ഭാസ്കർ റാസ്കള്, പിന്നെ ഫുക്രി, ഇപ്പോ കുഞ്ചാക്കോ ബോബന്റെ മംഗല്യം തന്തുനാനേന സിനിമയിൽ അഭിനയിച്ചു. പിന്നെ ഷിബു എന്ന് പറഞ്ഞൊരു പടം പാലക്കാട് ചെയ്തിട്ടുണ്ട്. ഷിബു പടത്തിന്റെ പേരാണ്. താങ്കളാണോ സെൻട്രൽ? ഞാനല്ലേ ഷിബു, വേറെയാണ് ഷിബു. പിന്നെ ഹോളി വെഡിങ് ഇപ്പൊ ജോയിൻ ചെയ്യാൻ പോണ പടം ഹോളി വെഡിങ് എന്ന് പറഞ്ഞ സിനിമയാണ്. അങ്ങനെ പോകുന്നു. സന്തോഷം തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ കൂടുതലും ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളത് തനി സ്വഭാവത്തിൽ കാണാൻ പോവുകയാണ്. അപ്പൊ എന്താ രാജേട്ടാ, എന്താ ഇന്നത്തെ പെർഫോമൻസ്? ഞാൻ ആദ്യം നമ്മളെ നടൻ സിദ്ദിഖ്, അദ്ദേഹത്തിന്റെ 2 ശബ്ദങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാവണ പ്രഭുവിലെ എസ്ഐയും അതുപോലെ തന്നെ ദൃശ്യത്തിലെ ക്ലൈമാക്സ് രംഗം. കാർത്തികേയൻ അല്ലേ? കേട്ടിട്ടുണ്ട് ഒരുപാട്. എന്റെ ഗുഡ്ബിയനോട് പറഞ്ഞിരുന്നു ഒക്കെ വയസ്സറിച്ച കാലം മുതൽ തന്നോട് ഒടുക്കത്തെ പ്രണയമായിരുന്നെന്ന്. പിന്നെന്തേ വിട്ടുകളഞ്ഞേ? ഇന്നലെ തമ്മി കണ്ടപ്പോ എന്തൊക്കെ വെച്ച് കീച്ചുന്നുണ്ടായിരുന്നല്ലോ. ചെത്തുവെന്നോ മാന്തുവെന്നോ? അപ്പൊ നീ വിചാരിച്ചില്ലല്ലേ ആമ്പിള്ളേരെ കൈക്കൊന്ന് വീഴുന്ന്? എന്താടാ പേടിച്ചു പോയ നീ? ചെല്ലേ. താങ്ക് യു. ഇനി ദൃശ്യത്തിലെ അദ്ദേഹത്തിന്റെ ശബ്ദ വ്യത്യാസം. ദൃശ്യം സിനിമയിലെ അധികാരത്തിന്റെ കെറുവോ തിളക്കമൊന്നും ഇല്ലാതെ വരുണിന്റെ അമ്മയായിട്ടാണ് ഗീത ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നാളെ അമേരിക്കയിലുള്ള കസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള ഒരു ആകാംക്ഷ. വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും കോണിംഗ് ബെല്ലിൻ്റെ ശബ്ദമൊക്കെ വരുണിൻ്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതുകളിൽ വന്ന് പതിക്കുന്നത്. അതിൻ്റെ നിരാശയും പ്രതീക്ഷയൊക്കെ താങ്ങാനാവാത്തതുകൊണ്ട് ചോദിച്ചു പോവുക. ഞങ്ങൾ ഇനിയും അവന് വേണ്ടി കാത്തിരിക്കണോ? മനസ്സിലാകും. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമായി കാണില്ല. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. വരട്ടെ. താങ്ക് യു. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അച്ചുമാമ. അച്ചുമാമ ഒരു ഗാനവുമായിട്ട് എത്തിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അച്ചുമാമ മനോഹരമായ ഒരു ഗാനവുമായി എത്തുകയാണ്. ഞാൻ പാടാൻ പോണ ഗാനം മലയാളത്തിന്റെ യൂത്ത് ഐക്കോൺ പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച അനന്തഭദ്രം എന്ന സിനിമയിലെ സോങ് ആണ് സിംഗാൻ പോകുന്നത്. കേട്ടോളൂ. മലമല്ലൂയ മലമല്ലൂയ. യേശുദാസ് വന്ദനെ പള്ളു പറഞ്ഞേ മലമല്ലൂയ. MG ശ്രീകുമാറും പിന്നെ പള്ളു പറഞ്ഞേ മലമല്ലൂയ ലല്ലൂയ ലല്ലൂയ. പയ്യ 96 കഴിഞ്ഞു. താങ്ക് യു. ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ അഭിനയിക്കുകയും വില്ലൻ വേഷങ്ങൾ ചെയ്യും സംവിധായകനും നിർമ്മാതാവും ഒക്കെ ആയ ജോയി മാത്യു സാറിന്റെ ആമേൻ എന്ന ചിത്രത്തിലെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആമേനിലെ കുമരങ്കിരി പള്ളിക്കാരി ഫാദർ ഉറ്റപ്ലാക്കൻ. കുമരങ്കിരി പള്ളിയിൽ സ്വർണം കൊണ്ട് കൊടിമരം വേണോ ജോഷാമയും ജോൺസണും തമ്മിലുള്ള കല്യാണം നടത്തണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഫാദർ വിൻസെന്റ് വട്ടോളിയല്ല,
കപ്പിയാരോട് മണിയടിക്കാൻ പറഞ്ഞാൽ മണിയടിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായത് എനിക്ക് ചെല്ലേ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശബ്ദമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അല്ല, നമ്മളെ പഴയകാല എന്താ പറയുക ഭാവാഭിനയ ചക്രവർത്തി എന്ന് പറഞ്ഞ മധു സാറ്, അദ്ദേഹത്തിൻ്റെ ശബ്ദവും ശരിക്കും ജോയി സാറിൻ്റെ ശബ്ദമായിട്ടൊക്കെ ചെറിയ സാമ്യമുണ്ട്. നമ്മൾ അനുകരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ആയിപ്പോവാറുണ്ട്. അപ്പം നരൻ എന്ന സിനിമയിലെ മധു സാറിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കണം. വേലായുധ, ആളുകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു കത്തി കൊണ്ട് തൻ്റെ കയ്യിലെന്ന് കേട്ടു. എനിക്കതൊന്ന് കാണാൻ പറ്റുമോ? ഇതാണോ അത്? ഇത് അടക്ക ഇരണ്ടാൻ കൊള്ളാം. ആദ്യം കുന്നുമ്മേ ശാന്തര വീട്ടിലെ കിടപ്പൊന്ന് അവസാനിപ്പിക്കുക. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. എല്ലാവരും നീ തല്ലി തോപ്പിക്കുകയാണല്ലോ, എന്നെ ഒന്ന് തല്ലി തോപ്പിക്കടാ വേലായുധ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മലയാള സിനിമയിൽ എല്ലാവരും തന്നെ പാട്ടുകാരാണ്. അപ്പോൾ ഇന്നസെന്റ്, നമ്മുടെ MP കൂടിയായ ഇന്നസെന്റ് ഒരു ഗാനവുമായി എത്തുകയാണ്. ഇന്നസെന്റ്. എനിക്കിഷ്ടായി ഇഷ്ടായി ഇഷ്ടായി. ഈ കൈക്ക് വയ്യാതിരിക്കണ പയ്യൻ എന്തെങ്കിലും മനപ്രയാസം ഉണ്ടോ? എന്നോട് പറയൂ. ഇങ്ങിട്ട് ഗുജാര ഗുജാര, ഇങ്ങിട്ട് ഗുജാര. അച്ചുമാമ മാത്രമല്ല പാട്ട് പാടണേ, ഞാനും പാടും നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ. എന്റെ പാട്ട് കൈയടിക്കോ? എന്നാ പാടാം. കുണുക്ക് പെൺമണിയേ ഞുണുക്ക് വിദ്യകളാൽ മാടപ്രാപ്പിറ പോലെ കുണുക്കിലാക്കണം. തുടുത്ത പുങ്കവിളിൽ അയ്യേ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. താങ്ക് യു. അടിപൊളി രാജേട്ടാ. മിസ്റ്റർ ബട്ട്ലറിന്റെ പാട്ടല്ലേ? സൂപ്പർ. ഒരു രക്ഷയിലായിരുന്നു. മലയാള സിനിമയിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന അനശ്വരനായ ഒരു താരമാണ് മുരളി. മുരളി സാറിൻ്റെ അമരം, ലാൽസലം എന്ന ചിത്രങ്ങളിലേക്ക് ശബ്ദങ്ങൾ ഞാൻ അനുകരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ മുരളി സാറിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം. പിള്ളേരിക്കടെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ നമ്മക്കങ്ങാട്ട് നടത്തി കൊടുക്കാണ്ട്. നിന്റെ വാക്കെന്നാ 4 കൈ 4 കാലും ഉണ്ടാ. അത് ആകാശത്തുനിന്ന് പൊട്ടി വീണ പെണ്ണ് തുള്ളിക്കളിച്ചിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്താട്ട് പറഞ്ഞാ നോത്തി ആ മുറ്റാടുക്കണ ചൂലെടുത്തടിക്കും. ആമ്പിനാണല്ലോ ഞാൻ പാല് കൊടുത്തത്. ഈ ഭാരതി നീ വീട്ടിൽ പോകാൻ ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടെന്ന് സമ്മതിക്കാണെന്ന് വെച്ചാ വരട്ടോ. താങ്ക് യു. ഗംഭീരായി. അപ്പൊ ചേട്ടാ, ഒരു ഗംഭീര ട്രീറ്റ് ആണ് ഇന്ന് തന്നത്. അപ്പോൾ കയ്യിൽ സ്റ്റോക്ക് തീർന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. റിഫ്രഷ് ചെയ്ത പുതിയ ഐറ്റംസുമായിട്ട് പോയി ഇനി വീണ്ടും വരിക ഈ വഴി ആനകളെയും തെളിച്ചുകൊണ്ട്. ഇരിക്കുമല്ലേ? നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞ് ഇരിക്കാൻ. നിൽക്കുമായിരുന്നു ഞാൻ പറഞ്ഞാൽ എഴുതിട്ട് നടക്കാൻ. എവിടെ കിടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നടാ? ഇതൊക്കെ ഞാൻ പന്തളത്തുനിന്ന് വരുന്നു, അദ്ദേഹം അടിമാലിയിൽ നിന്ന് വരും. അല്ല, ഊളംപാറയെന്നും പൂജപ്പുരയെന്നൊന്നും അല്ലല്ലോ വരുന്നത്. ഞാൻ സംസാരിക്കാം, നിൽക്കേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് നൈറ്റ്. ഏതെങ്കിലും ഒന്ന് പറയൂ. എന്താ? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോലെ. നമ്മൾ ഏതെങ്കിലും ഒന്ന് പറയും, പിന്നെ അവർ 2 പറയും, ഞാൻ 4 പറയും, പിന്നെ അവർ 8 പറയും, ഞാൻ 16 പറയും, പിന്നെ 16 അടിയന്തരത്തിലെ തീരും. എന്റെ എന്നെ മനസ്സിലായില്ലല്ലേ? ഞാനാണ് എന്തും ചെയ്യും സുകുമാരൻ. എന്തും ചെയ്യും. ഞാൻ ചെയ്യാത്ത മേഖലകളില്ല, ഞാൻ കടക്കാത്ത മേഖലകളില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അങ്ങനെ എന്തും ചെയ്യും സുകുമാരൻ. എന്താ ഇങ്ങോട്ട് വന്ന? ഇവിടെ ഞാൻ വന്നത് എന്റെ നാട്ടുകാർ പറഞ്ഞാൽ നീ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ, അപ്പൊ നീ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഈ കോമഡി മസാല വന്ന് അതെല്ലാം കൂടെ മസാലയാക്കി ഒന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അതിനായിട്ട് വന്നതാണ്. പെർഫോം ചെയ്യാൻ വന്നതാണ്. അതെ അതെ. ഇവിടെ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്താൽ തല്ല് മേടിക്കും. തല്ല് മേടിക്കും. ഇഷ്ടമുള്ളത് അങ്ങനെ ചെയ്താലേ അടി മേടിക്കും. ശരിയാ, കറക്റ്റ് ആയിട്ടോ. എന്താ? ഈ ഇടയ്ക്ക് ഞാൻ മെഡിക്കൽ കോളേജിലൊന്നും പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു വാർഡ് നിറയെ അടി കൊണ്ട് ആൾക്കാർ കിടക്കുക. ഞാൻ ചോദിച്ചത് എന്ത് പറ്റി, ഇതാരാ തല്ലി? അപ്പൊ എല്ലാവരും പറയും ഉല്ലാസ് തല്ലിയതാ. വലിയ തല്ലുകാരനാ. ഒന്ന് പോടാവേ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. അതെ, ഇയാളെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ടെന്ന്. ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയാറില്ല. ഈ ഇടയ്ക്കൊന്ന് പറഞ്ഞു, അതോടുകൂടി ഞാനങ്ങ് നിർത്തി. ആവശ്യമില്ലാത്ത ഒന്നുമല്ല. നമ്മളടുത്ത രാധാകൃഷ്ണന്റെ മോൻ, രാധാകൃഷ്ണൻ മരിച്ചുപോയി. പാണ്ടിലോറി ഇടിച്ചാ മരിച്ചത്. കഷ്ടം. 10-18 വയസ്സുണ്ട് മോന്. അവൻ ദിവസം സൈക്കിളെ വന്നപ്പോൾ ഞാൻ അവനോട് സന്തോഷം പറയണ്ടേ, വിഷമിച്ച് നടക്കുക. ചെറുക്കനാണെങ്കിൽ തന്ത മരിച്ചിട്ട് ദുഃഖത്തിൽ നടക്കുക. അപ്പോൾ അവനൊരു സന്തോഷം വേണ്ടേ? അവന് സന്തോഷത്തിനായിട്ട് ഞാൻ ഒരു സന്തോഷ വാർത്ത അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവൻ്റെ രീതി അങ്ങ് മാറി. അവൻ അപ്പോൾ എന്നെ കൊല്ലണം.
എന്താ സൈക്കിൾ എടുത്തോണ്ട് വരുന്ന എന്നെ തല്ലിക്കൊല്ലാം ചുടുകട്ട എടുത്ത് എറിയുന്ന എന്റെ നെഞ്ചത്തോട്ട് ഞാൻ ഓടി മാറി സത്യം. എന്താ ചോദിച്ചെന്താണ്? ഞാൻ അവനോട് ചോദിച്ചു തന്ത മരിച്ചല്ലടാ മോനെ ഒരു പാർട്ടിയൊക്കെ നടത്തുന്നില്ലെന്ന് ചോദിച്ചു. അവൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്തൊരു സ്വഭാവം, ഇങ്ങനെയാണോ മൂത്തവരോട് സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോ അമ്മ? അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? എന്റെ കയ്യിലിരിപ്പിന് ഇതാണല്ലോ കിട്ടിയുള്ളൂ. എന്താ നിങ്ങളുടെ കയ്യിലിരിപ്പിന് ഇതാണല്ലോ എന്റെ കിട്ടിയുള്ളൂ. കൈയുടെ കാര്യങ്ങൾ പറയാം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ ഒഴുകുന്ന കൈയാണ് എന്റെ കൈ. എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ലോട്ടറി കച്ചവടം. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏവർക്കും എടുക്കാം, സഹായിക്കാം. ലോട്ടറി എടുക്കാം. 30 രൂപയേ ഉള്ളൂ. ഹലോ ഹലോ ഹലോ, ഇതെന്താ പരിപാടി എന്താ ഇവിടെ? എന്താ ഇതെന്താ പരിപാടി എന്താ ഇവിടെ? ഇങ്ങോട്ട് പറയുന്നത് സ്ത്രീകളുടെ നിങ്ങൾ പറയുന്നത് ഇതെന്താ പരിപാടി എന്താ? എന്താ പരിപാടി എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കോമഡി മസാല. ഇതുകൊണ്ട് 2 ഗസ്റ്റ്, ഇത് ഓഡിയൻസ്. അല്ല അത് മനസ്സിലായി. കോമഡി മസാലയാണെന്നോ അതിന്റെ ഫ്ലോർ ആണെന്ന് മനസ്സിലായി. അതെ, അതെ. താങ്കൾക്ക് ഇവിടെ എന്താ പരിപാടി ചോദിച്ചാൽ? താനാരാണ് ഇവിടെ? ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാ. ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. അനധികൃതമായിട്ട് ആരെയും ഇങ്ങോട്ട് ഞാൻ കേട്ടത്തില്ല. തനിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? എനിക്ക് ഉത്തരവാദിത്തം. എത്ര പേരടി ഇവിടെ ഈ ഗസ്റ്റുകളൊക്കെ ഇരിക്കുന്നത്? ആവശ്യമില്ലാത്ത ഒരാളെ ഇതിനകത്ത് കയറരുത്. തനിക്ക് അറിഞ്ഞൂടെ? പിന്നെ കയറരുത്. കയറരുത്. ഇവരുടെ പേഴ്സോ അവരുടെ മാലയോ ഇവരുടെയൊക്കെ മാലയോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം ചെയ്യും? താൻ എന്ത് ഉദ്ദേശിച്ച് പാവളൊന്നും ഇവിടെ നിന്ന് കാര്യമുണ്ടോ? ഉത്തരവാദിത്തം നോക്കണം. ഒരു ഈച്ച പോലും ഇവിടെ കടക്കാൻ പാടില്ല. അതാണ് തന്റെ ജോലി. താനത് ചെയ്യണം. അപ്പോ ചെല്ലി നോക്ക്. എന്റെ അല്ല താനെങ്ങനെ ഇവിടെ വന്നു? എന്നെ ജോലി പഠിപ്പിക്കാൻ താനെങ്ങനെ ഇവിടെ വന്നു? ഞാനങ്ങ് കയറി വന്നു. എങ്ങനെ വന്നു? ഞാൻ വരും. പല വഴിക്കൂടെയും വരും. ഏത് വഴിക്കൂടെ? അങ്ങനെ വന്നു. ഇത് എന്ത് പരിപാടി? എന്റെ പരിപാടി ഇത് ലോട്ടറി കച്ചവടം നടത്താൻ. ഇത് മാർക്കറ്റ് അല്ല, ഇത് കോമഡി മസാലയുടെ ഫ്ലോറാ. ഇറങ്ങി പോകൂ. പോകാൻ ഞാൻ എടുക്കത്തില്ല. ദേഷ്യങ്ങളാ? ഞാൻ ലോട്ടറി എടുക്കത്തില്ല. മനുഷ്യനാണ് ഞാൻ ലോട്ടറി എടുക്കത്തില്ല. ഹലോ, ജീവകാരുണ്യം വേണ്ട. ജീവകാരുണ്യം ഒരു കാരുണ്യം വേണ്ട. ജീവകാരുണ്യം വളർത്താനുള്ള ഒരു പ്രവൃത്തിയാണ്. ആണോ? അയ്യോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞിരിക്കും. കണ്ടോളൂ, മനുഷ്യരുണ്ട് തന്നെ പോലെ മൃഗങ്ങളല്ല. എനിക്ക് തന്നെ ജീവകാരുണ്യം വളർത്താനുള്ള പ്രവർത്തനമാണ്. ജീവകാരുണ്യം വളർത്തുന്ന നല്ല പ്രവൃത്തിയാണ്. അല്ലാതെ ഇയാളെ കണ്ടോണ്ടല്ല എടുക്കുന്നത്. നല്ലൊരു പരിപാടിയാണ്. ജീവകാരുണ്യ പ്രവർത്തനം ആയതുകൊണ്ടാണ് ജീവകാരുണ്യ പ്രവർത്തനം നിങ്ങൾ ഉദ്ദേശിച്ച പ്രവർത്തനമല്ല. പിന്നെ ജീവൻ എന്റെ മൂത്ത മോൻ, കാരുണ്യം എന്റെ ഇടയ മോള്, അവളെ വളർത്താനുള്ളതാണ്. അല്ലാതെ മറ്റൊന്നുമില്ല. എന്നാ ഇയാളുടെ ലോട്ടറി ഞങ്ങൾക്ക് വേണ്ട. എനിക്ക് വേണ്ട. ലോട്ടറി വേണ്ടെന്ന് പറഞ്ഞില്ലേ? നല്ലതാടോ എടുക്കണം. എനിക്ക് വേണ്ടെന്ന്. അതെന്താ? ഏത് ലോട്ടറി? ഇത് മോഹൻ ഏജൻസിയുടെ മോഹൻ ഏജൻസിയുടെ അക്ഷയ ഓർമ്മ. വേണ്ട വേണ്ട, എന്റെ ഉണ്ട്. അന്നാ ഒരു കാര്യം, മോഹൻ ഏജൻസിയുടെ ഒരു ബമ്പർ ഇട്ട്. എന്റെ ഉണ്ടെന്ന്. എനിക്ക് വേണ്ടെന്ന്. ഇതല്ല എങ്ങനെ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്ന്? നിങ്ങളുടെ ഏജൻസി ആരാന്ന് പറഞ്ഞേ? മോഹൻ. ഈ പറഞ്ഞ മോഹനൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. മനസ്സിലായോ? ഇനി എനിക്കെന്തിനാ ലോട്ടറി? അത് ശരി. എന്നിട്ടാണോ താൻ ഈ വേഷത്തോട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? അതിന്റെ കാര്യം എന്താ? എന്റെ സമയം ശരിയല്ല, അതുകൊണ്ടാണ്. എന്റെ സമയം ശരിയല്ല. അത് വാച്ച് നന്നാക്കണ്ടോ? നല്ല കടയിൽ കൊണ്ട് കൊടുത്ത് നന്നാക്കും. അപ്പൊ വാച്ച് നന്നാക്കുന്നതിന് കുഴപ്പമില്ലെന്ന്. പിന്നെ എന്റെ സമയം മൊത്തത്തിൽ ശരിയല്ല. ശരിയല്ല അല്ല. എന്നോട് പറയണ്ടേ? എല്ലാം ചെയ്യും സുകുമാരൻ. എല്ലാം ചെയ്യും സുകുമാരൻ. ഇപ്പൊ സമയം ശരിയല്ലേ? സമയം ശരിയല്ല. ഇപ്പൊ നോക്കിത്തരാം. കൈനീട്ട്. എല്ലാം ചെയ്യും സുകുമാരൻ. കൈനീട്ട്. ഈ കൈ മൊത്തം കൈരേഖയാണല്ലോ. കൈ മൊത്തം കൈരേഖയല്ല, പിന്നെ സിനിമാടി രേഖ ഒന്ന് കിടക്കും. അല്ല, കൃഷ്ണദാസൻ വന്ന് കിടക്കും. അതല്ലടോ, ഇതങ്ങ് ഞണ്ണഞ്ഞുണ്ണൻ രേഖയാണല്ലോ. എന്നാലും രേഖകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പോയി കിടക്കുകയാണല്ലോ മൊത്തം. ഭാഗ്യരേഖ ഇവിടെ നിന്ന് വന്ന് ഈ ഭാഗ്യരേഖയുടെ ടച്ച് ചെയ്യണം. ഭാഗ്യരേഖ ഇവിടെ നിന്ന് ഇവിടെ മുട്ടണം. ഇവിടെ വെച്ച് മുറിഞ്ഞു പോയിരിക്കും. അപ്പൊ ഈ ഭാഗ്യരേഖ ഇവിടെ ഒന്ന് മുട്ടാൻ ഇനി എന്ത് ചെയ്യണം? അതൊരു ബ്ലേഡ് വെച്ച് പോന്തി വിട്ടാൽ മതി. മുട്ടിന് വേദനയുള്ളതാണ്. കൈമുട്ടിന് വേദനയുള്ള. അത് നേരത്തെ പറയണ്ടേ? എല്ലാം ചെയ്യും സുകുമാരൻ. കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, നടുവേദന, തലയ്ക്ക് പിളർപ്പ്, പുളർപ്പ്, തെരിപ്പ്, എല്ലാത്തിനുള്ള ഔഷധം ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. എനിക്ക് വേണ്ട. ഇല്ല, വേണ്ട. നിങ്ങൾക്ക് ഒന്ന് തേച്ച് ഇച്ചിരി എണ്ണ തേക്കട്ടമ്മേ. ഒന്ന് തല പൊത്തിയമ്മേ. ഇച്ചിരി ഒന്ന് പൊത്തിയ ഒന്ന് അമ്മ വായ ഒന്ന് പിളർന്നേ. അല്പം ഒന്ന് കുടിക്കോ. അല്പം കുടിയമ്മ. നല്ലെണ്ണയമ്മ, നല്ലെണ്ണയമ്മ. ഇച്ചിരി കുടിയമ്മ. അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് പേടി. താങ്കൾക്ക് നടുവിന് വേദനയുണ്ടോ? നടുവിന് വേദനയുണ്ട്. അന്ന് ആ തൊപ്പി ഒന്ന് മാറ്റി തലയിൽ ഒഴിക്കാം. അല്ല, നിർത്തിക്കേ. ഈ നടുവിന് എനിക്ക് തലയിൽ ഒഴിച്ചാൽ എങ്ങനെയാ ചെയ്യാതെ? നിന്റെ തലേ തങ്ങി നിൽക്കാൻ ഒന്നുമില്ലല്ലോ. ഒഴുകിയങ്ങ് നിർത്തിക്കോളും താഴോട്ട്. നിങ്ങൾ പോയി. ആ പോകുന്നില്ല.
എന്താ പ്രശ്നം എന്താ എന്ത് പോയി തനി രോഗം മുഴുവൻ രോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെന്നെങ്കിലും പെണ്ണ് കിട്ടുള്ളൂ. 10-15 ദിവസം എനിക്ക് പെണ്ണ് കിട്ടത്തില്ല. തോന്നിയ ദിവസം പറഞ്ഞാൽ കർണക്കുറ്റി അടിക്കാൻ പൊട്ടിക്ക്. ഇവൻ കല്യാണം കഴിഞ്ഞു മുമ്പേ പെണ്ണും പിള്ളേക്ക് മീൻ വെട്ടി സഹായിച്ചെന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ടാണ് കള്ളം പറയുന്നു. അത് ആദ്യം ഭാര്യ അവൾ ഉപേക്ഷിച്ച് പോയി. അവൾ ഉപേക്ഷിച്ച വേറൊരു കല്യാണം കഴിക്കാൻ ഞാൻ നിൽക്കുകയല്ലേ. അപ്പൊ അങ്ങനെ പറ, എല്ലാം ചെയ്യും സുകുമാരൻ, എന്തും ചെയ്യും സുകുമാരൻ. നോക്കൂ, ഇത് കരുനാഗപ്പള്ളി രശ്മി, 25 വയസ്സ്, നടക്കത്തില്ല. അയ്യോ, അതിന്റെ തളർവാദാണോ? അതല്ല, അതിന്റെ കല്യാണം കഴിഞ്ഞതാ. ആണോ? ഇത് ഓച്ചിറ സ്മിത. ഓ വേണ്ട, അല്ല ഇപ്പൊ നിനക്ക് തരാം. ഇത് കോവളം ജാനകി, 45 വയസ്സ്. അത് വേണ്ട. അതെന്താ? ഏജ് ഓവറാ. ഏജ് ഓവർ ഈ മുതുക്കൻ. ഇയാൾക്ക് പിന്നെ ഞാൻ 12 വയസ്സുള്ളതിനെ കൊണ്ടുതരാം. എന്നിട്ട് നിനക്കും എനിക്കൂടെ അങ്ങ് ജയിലിലോട്ട് പോകാമല്ലോ. ആവശ്യമില്ലാതെ പറയുന്നത് നോക്കണോ? അത് വേണ്ട, വേറെ വല്ലതും. അപ്പൊ ഇത് നോക്ക്, ഇതാണ് റിട്ടയർഡ് പട്ടാളക്കാരനാണ്, എക്സ് മിലിറ്ററി ആണ്. എക്സ് മിലിറ്ററി ആണോ? കോട്ടയൊക്കെ കിട്ടിയ സുഖമാണ്. എന്നാ അതൊരു കേസ് പറ. ഒരു കേസ് പെണ്ണോ? ഒരു കേസ് പെണ്ണല്ലെന്ന്, ഒരു കേസ് ബ്രാൻഡ് പറ. പെണ്ണ് നമുക്ക് പിന്നീട് കല്യാണം കഴിക്കാം. ആദ്യം ഇതിനെ കെട്ടാൻ നോക്ക്, പിന്നെ നീ കേസ് ഒപ്പീര്. നിനക്ക് ഇവിടെ പെണ്ണുമില്ല, പിടക്കോഴിയില്ല, പൊയ്ക്കോടെ ഇവിടുന്ന്. തല്ലിട്ട് പോണത് ഈ ഫ്ലോറിൽ തല്ലിട്ട് പോണേ. പിന്നെ ഇവിടെ ഇറങ്ങിക്കോട്ടെ. എടോ, ഞാനിവിടെ താമസിക്കാൻ വന്ന പാർട്ടി ഒന്നുമല്ല. ഇയാൾ എന്നെ തള്ളണ്ട, ഞാനങ്ങ് പൊയ്ക്കോളാം. എടോ അല്ലല്ലോ, ഞാൻ പോയി. ഇനി എനിക്ക് ബിസിനസ് ഇവിടെ അല്ല. ഇനി എനിക്ക് ബിസിനസ് എവിടെയാണെന്നറിയോ? ഇവിടെ അല്ല, ഇവിടെ കഴിഞ്ഞു. ഇനി എനിക്ക് എയർപോർട്ടിലാണ്. എയർപോർട്ടിലും? അതെ, എയർപോർട്ടിൽ ഞാൻ പാരച്ചൂട്ട് കച്ചവടം ചെയ്യും. പാരച്ചൂട്ട്? ഈ യാത്രക്കാർക്ക് ഒരു ഭീഷണിയാണല്ലോ, ഒരു പേടിയാണല്ലോ. ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കൊണ്ടാൽ പൊട്ടിത്തെറിച്ച് ചാവും, മരിച്ചു പോകും എന്നുള്ള പേടിയെ, താഴെ വീണ് ചിന്നിച്ചിതറും എന്നൊക്കെ പറഞ്ഞ പേടിയല്ലേ. അപ്പൊ ഞാൻ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ഈ പാരച്ചൂട്ട് അങ്ങോട്ട് കൊടുക്കും. അവര് അത് വാങ്ങിച്ചിട്ട് ഈ പേഴ്സിൽ വെച്ചേക്കും. എന്നിട്ട് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ ഇവരെടുത്ത് ചാടിയിട്ട് പച്ച ബട്ടണുണ്ട്, ആ ബട്ടൺ ഒന്ന് അമർത്തുമ്പോൾ കുട എങ്ങനെ അങ്ങ് നിവരും. അങ്ങനെ ആടി 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 അങ്ങ് വന്ന് നിൽക്കും. മനസ്സിലായില്ലേ? സുകുമാര, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരൊക്കെ പോകുന്നതാണ്. പക്ഷെ ഞാൻ ഇന്ന് വരെ പാരച്ചൂട്ട കയറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനൊരു പാരച്ചൂട്ട് എടുക്കാം. പാരച്ചൂട്ട് എടുത്താൽ ജീവൻ രക്ഷിക്കാം. ഒരു പാരച്ചൂട്ട് ജീവൻ എത്ര? അതിന് വില എത്രയാ? 2500. 3000 ആയിക്കോട്ടെ. എണ്ണുന്നില്ല, ടിപ്പ് ഉൾപ്പെടെ ഉണ്ട്. എനിക്കൊരു പാരച്ചൂട്ട് തന്നേരും. ഒരു പാരച്ചൂട്ട് പാരച്ചൂട്ടിങ് തന്നേരും. അല്ല, ഒരു കാര്യം ചെയ്യും, നിനക്ക് പെണ്ണിനെയും കൂടെ കാണാം. ഇതോടെ മൊത്തമായിട്ട് ആയിക്കോട്ടെ. അപ്പൊ എന്താണെന്ന് അറിയാലോ ചെയ്യേണ്ടത്? അറിയാം. ഒന്ന് പറഞ്ഞേ. അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്നു. ഫ്ലൈറ്റിൽ കയറുന്ന എന്തെങ്കിലും ഫ്ലൈറ്റിന് അപകടം കാണുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് ചാടുന്നു. പച്ച ബട്ടൺ അമർത്തുന്നു, അവിടെ നിവരുന്നു, നൈസായിട്ട് നമ്മൾ താഴെ നിൽക്കുന്നു. ഓക്കെ. അല്ല, ഒരു സംശയം. എന്താ പറഞ്ഞു? എന്തെങ്കിലും ഈ പച്ചബട്ടൺ അമർത്തിയിട്ട് നമ്മുടെ കുട നിവർന്നില്ലെങ്കിലോ? തിരിച്ചു കൊണ്ടുവന്നാ മതി, ഞാൻ വേറെ സാധനം തരാം. കണ്ടോ, അതാണ് ഉത്തരവാദിത്വം. സാധാരണ കച്ചവടക്കാരൊക്കെ പറ്റിക്കാൻ നോക്കത്തില്ലേ? എത്ര ഉത്തരവാദിത്തത്തോടെ പുള്ളി തിരിച്ചെടുക്കാന്ന് പറഞ്ഞേ. തിരിച്ചു കൊണ്ടുവന്നാ പുള്ളി ഇത് എടുത്തോളാന്ന്. എടാ, അപ്പൊ ഞാൻ ചത്തുപോകത്തില്ലടോ. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ. ടിൽ ദെൻ